ഹായ് ഹലോ, ഒരു കപ്പൽ യാത്രയായാലോ? ഇതാണ് നമ്മൾ പോകുന്ന ഷിപ്പ്. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന, അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണിത്. ദുബായിൽ നിന്ന് അബുദാബിയിലോട്ടാണ് നമ്മളുടെ ഈ ഒരു കപ്പൽ യാത്ര തുടങ്ങുന്നത്. ഈ ഒരു കപ്പൽ ഒമാനിലോട്ടും അതുപോലെ തന്നെ ഖത്തറിലോട്ടും ഒക്കെ സർവീസ് നടത്തുന്നുണ്ട്. അത്ര ദൂരെ പോകാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ കപ്പലിനൊക്കെ ആണെന്ന് പറയുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരു കപ്പലിലാണ് പോകുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ എടുക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. എത്രത്തോളം സക്സസ് ആയി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയിട്ട് എനിക്കത് ഫുള്ളായിട്ട് മൊത്തത്തിലെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം കപ്പലിൻ്റെ വെളിഭാഗമൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് ഇനി കപ്പലിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വളരെ കുഞ്ഞി എന്താ പറയുക ഡോറാണ്. അതുപോലെ തന്നെ വലിയ ബെഡ്റൂമൊന്നുമല്ല, ചെറിയ ബെഡ്റൂമാണ്. ആ ഒരു ചെറിയ ബെഡ്റൂമിൽ ബെഡൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ബാൽക്കണി ഉള്ള റൂമുണ്ട്. നമ്മൾ ബാൽക്കണി ഇല്ലാത്ത റൂമാണ് എടുത്തേക്കുന്നത്. ബാൽക്കണി ഉള്ള റൂമിന് നല്ല റേറ്റാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ബാൽക്കണി ഇല്ലാത്ത റൂമാണ് എടുത്തത്. പിന്നെ ഇതുപോലെ 3 ബെഡായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് അവരൊരു ബെഡും കൂടി തരും. ഞങ്ങൾ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ റിസപ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു കപ്പലാണെന്നുള്ള ഒരു ഫീലേ തോന്നത്തില്ല. ഏതോ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ റൂം എടുത്തു, അവിടെ താമസിക്കുന്നു എന്നുള്ളൊരു ഫീലാണ്. ഇത് ഒരു റെസ്റ്റോറൻറ്റ് ഭാവമാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു. ബഫേ ഉള്ള റെസ്റ്റോറൻറ്റുകളും അല്ലാത്ത റെസ്റ്റോറൻറ്റുകളും ഒരു 10-12 റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ ഈ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ആണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കളിക്കാൻ പറ്റും. ഈ കാണുന്നതാണ് ഇതിൻ്റെ പൂളെന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് ഈ ഒരു പൂള് വരുന്നത്. ഇത് നൈറ്റ് ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പം അതിൻ്റെ ഒരു വ്യൂ ആണ്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന ദിവസത്തെ രാത്രിത്തെ ഡിന്നറാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അടിപൊളി ഡിന്നറായിരുന്നു. ഭയങ്കര വലിയ ഡിന്നറായിരുന്നു. എന്തോരം ഐറ്റംസ് ആയിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ എങ്ങോട്ട് തിരിയണം. ഒരു സൈഡിൽ ഇന്ത്യൻ ഫുഡ്, മറു സൈഡിൽ വേറെ ഏതൊക്കെയോ ഫുഡ്, അങ്ങനത്തെ പല എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഒന്നും മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ വലിയ ബൊഫേ ആയിരുന്നു. വലിയ ബൊഫേ എന്ന് പറഞ്ഞാൽ ഒരു വലിയ റെസ്റ്റോറൻറ്റിനകത്ത് എങ്ങോട്ട് തിരിഞ്ഞാലും ഫുഡ് മാത്രം. ഞാൻ ഇത്രയും വലിയൊരു ബൊഫേ കണ്ടിട്ടില്ല. കാരണം പല റിസോർട്ടുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും എങ്ങോട്ട് ഓടണം എന്നറിയാൻ പറ്റാത്ത രീതിയിലുള്ള ബൊഫേ ആയിരുന്നു. പ്രോൺസ് റോസ്റ്റഡും പ്രോൺസ് ബ്രോസ്റ്റഡ് ഉണ്ടായിരുന്നു, പ്രോൺസ് ഗ്രില്ലുണ്ടായിരുന്നു, പിന്നെന്താ പാസ്ത ഉണ്ടായിരുന്നു, പിന്നെ നഗ്ഗറ്റ്സ് ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ഫ്രൈസ്, പനീർ, റൊട്ടി, ബിരിയാണി എന്ന് വേണ്ട സകലമാന ഐറ്റംസും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ആ ഒരു സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പനീർ, റൈത്ത, പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ്, ബിരിയാണി എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ട്, പുഡിങ്, കേക്ക്, പിന്നെ നമ്മുടെ ഡ്രിങ്ക്സ്, പെപ്സി, കോള, പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു. എത്ര വേണമെങ്കിലും കുടിക്കാൻ പറ്റും. ഇങ്ങനെ തീരുന്ന അനുസരിച്ച് അവർ ജ്യൂസൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം അത്ര വലിയ ഡിന്നറായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുന്നത്. ഷിപ്പിലൊക്കെ യാത്ര ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. വെള്ളിയാഴ്ചയാണ് ഈ ഒരു ഷിപ്പ് പോകുന്നത്. നമ്മൾ വ്യാഴാഴ്ച ഒരു റീല് കണ്ട് ഞാനത് സേവ് ചെയ്ത് വെച്ച് ഹസ്ബൻഡിനോട് വെള്ളിയാഴ്ച രാവിലെ ഞാൻ കാണിച്ചു കൊടുത്തു. വെള്ളിയാഴ്ച അവരെ കോണ്ടാക്റ്റ് ചെയ്തു. അവർ റൂമുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ ബുക്ക് ചെയ്തു. അങ്ങനെ പോയ ഒരു ട്രിപ്പാണ്. വളരെ പ്ലാൻ ചെയ്ത് പോയ ട്രിപ്പൊന്നുമല്ല, പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൽ പോയ ഒരു ട്രിപ്പായിരുന്നു. ഒരുപാട് പേരെ നമ്മൾ വിളിച്ചു, പക്ഷേ എല്ലാവരും ബിസി ആയിരുന്നു. പിന്നെ അറ്റ് ദ സെയിം ടൈം നമ്മൾ പെട്ടെന്നുള്ളൊരു ട്രിപ്പായതുകൊണ്ട് ആർക്കും പ്ലാൻ ചെയ്ത് വരാനും പറ്റിയില്ല. പിന്നെ ആരെയും വെയിറ്റ് ചെയ്യാൻ നമ്മൾ നിന്നില്ല. ഈ ഒരു ഷിപ്പ് ഇനിയൊരു നെക്സ്റ്റ് വീക്കും കൂടിയേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേന് ഇത് സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒരു ഷിപ്പ് യാത്ര എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം നല്ല പേടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.